അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടാ നോക്കോട്ടാ ദമ്മൂട്ടി. ഇപ്പോ നമ്മളിവിടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് എടുത്ത് വെച്ചുള്ളത്. അപ്പൊ അത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മസാല ഒക്കെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ലേശം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, സുർക്ക. അപ്പൊ ഇതെല്ലാം മിക്സാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മസാല മിക്സ് ആക്കിയിട്ട് ഒരു 1 hour വെച്ചാൽ നമുക്ക് നന്നായി മസാല അതിൽ പിടിക്കും. അപ്പൊ എല്ലാവർക്കും TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് കോഴിക്കോടൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, മലപ്പുറം ബിരിയാണി ഇതൊന്നുമല്ല. ഇന്ന് തയ്യാറാക്കാൻ പോണാണ് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. അതിന്റെ ചേരുവകള് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. ഒന്ന് കണ്ണോടിക്കണം. അതിന്റെ ആവശ്യമായിട്ടുള്ള നമ്മൾ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് നൈസായി കട്ട് ചെയ്തിട്ട് പൊരിച്ചു വെച്ചിട്ടാ ഈ കളറിൽ പൊരിച്ചെടുക്കുക. പിന്നെ ചേർക്കാൻ പോണത് മറ്റേ ഇഞ്ചി വെള്ളുള്ളിന്റെ പേസ്റ്റ്, പിന്നുള്ളതാണ് തൈര്, കട്ടിത്തൈര്. പിന്നെ നമുക്ക് ചേർക്കാൻ പോണതാണ് ഏലക്ക, പട്ട, പൂവ്, തക്കോലം. ഏലക്ക, പട്ട, പൂവ്, തക്കോലം. പിന്നെ ചേർക്കാം പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, ഇത് പുതിന ചപ്പ്, ഇത് ഓൺലി പുതിന കേട്ടോ. പിന്നെ മുളക് ചതച്ചത്, ഇത് മുളക് ചതച്ചത്. പിന്നെ അതിലേക്ക് 2 ചെറുനാരങ്ങ. ഇത്രേ ഉള്ളൂ ഇതിന്റെ ചേരുവകൾ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിക്കുള്ള കോഴി നമ്മൾ 1 മണിക്കൂർ മുമ്പ് മസാല കൂട്ടി വെച്ചതാണ്. അത് ഉരുളിലേക്ക് ഇടാനാണ് പോട്ടോ. ഓക്കെ. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചതച്ചതാണ് ഇടാൻ പോണ എടുത്തത്. ഓക്കെ. അപ്പൊ പുതിന ഇട്ട് ഇടാൻ പോണത് അടുത്തതായിട്ട് പുതിന. പിന്നെ അടുത്തതായിട്ട് മല്ലിച്ചപ്പാണ് ഇടാൻ പോണത്, മല്ലിച്ചപ്പ്. പിന്നെ ഇടാൻ പോണത് 4 പച്ചമുളക് കീറിയതാണ്, നടുപൊളിച്ചത് 3 എണ്ണം. ഒരു 4 ഏലക്ക, ഒരു തക്കോലം, പിന്നെ 4 പീസ് പട്ട ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചും വെള്ളുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചാണ് ഇടാൻ പോട്ടോ. അപ്പൊ നമ്മൾ കാര്യമായിട്ട് ഇടേണ്ട സാധനമാണ്. ശരിക്കും കണ്ടാലേ ഉള്ളി നൈസായി കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ച ഉള്ളി ഈ കളറ് വന്നാലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടെ ഇത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉള്ളി 1 കിലോ കോഴിയാണ്, അതുപോലെ തന്നെ 1 കിലോ അരിയാണ്. അതിന്റെ കണക്കാണിത്. അപ്പൊ എല്ലാരും പെരുന്നാളിനൊന്ന് ശരിക്കും ട്രൈ ചെയ്യണത്, നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം നിങ്ങള്. അപ്പൊ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട് ഇതില്. കാരണം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയില്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക, ജാതിപത്രിന്റെ സാഹചര്യം പൊടിച്ചതാട്ട്. നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോണത് ഒരു കയ്യില് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാട്ടോ. അപ്പൊ ഒരു 1.5 നാരങ്ങന്റെ നീരാണ് ഇപ്പൊ ഒഴിക്കാൻ പറ്റാ. ഓൺലി 1.5 നാരങ്ങന്റെ നീര്. ഓക്കെ. അപ്പൊ നന്നായിട്ടൊന്ന് കയ്യേറ്റ് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാരും കയ്യേറ്റ് മിക്സ് ചെയ്താലേ മിക്സ് ആവുള്ളൂ, അല്ലെ സ്പൂണായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവൂല കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞ കയ്യേറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണിക്കുള്ള മസാല കംപ്ലീറ്റ് നല്ല കയ്യേറ്റ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒഴിക്കേണ്ടത് തൈരുള്ളൂ. തൈരും കൂടെ ഒഴിച്ചാൽ നമ്മൾ അരി ഊറ്റിയിടുന്നതാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പൊ നിങ്ങൾ പെരുന്നാളിന് എന്തായാലും വേണ്ടില്ല, അത് നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കണം. ഇത് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് ഇത് എന്റെയും കൂടെ ഒരു ആവശ്യമാണ്, നിങ്ങൾ ഇത് മുഴുവൻ കാണണമെന്നും ഈ ഹൈദരാബാദി ബിരിയാണി നിങ്ങൾ വെക്കണമെന്നും. ഇനി നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ലാസ്റ്റ് ഒഴിക്കാൻ പോണത്. ആ തൈരും കൂടെ നമുക്ക് ഒഴിക്കാൻ പോവാണ്. ഓക്കെ. ആഹാ, ഒരിക്കൽ കൂടി ഞങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ആക്കുക. ഇത് നമ്മൾ വീഡിയോയിൽ പറയുമ്പോ കുറെ നേരം തോന്നും നിങ്ങൾക്ക്, പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ കേട്ടോ വീട്ടില്. ഹൈദരാബാദി ദം ബിരിയാണിക്കുള്ള മസാല കംപ്ലീറ്റ് റെഡി കേട്ടോ. കംപ്ലീറ്റ് പണി കഴിഞ്ഞു. ഇതിന്റെ മസാല കംപ്ലീറ്റ് റെഡി എന്ന് കേട്ടോ. ഹൈദരാബാദി ദം ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം തിളക്കാറായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഏലക്ക, പട്ട, പൂവ്, തക്കോലം, ഈ 4 സാധനങ്ങളാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ശരിക്കൊന്ന് നോക്കി കാണട്ടോ. ആഹാ. അപ്പൊ ഒരു സ്പൂണ് ഡാൽഡ, അതായത് സ്പൂണല്ല ഒരു കയ്യിലാട്ടോ, ഒരു കയ്യില് ഡാൽഡ, ഒരു സ്പൂണ് ഉപ്പ്, ഫുള്ള് സ്പൂൺ ഉപ്പ് പാകത്തിന് കിട്ടുള്ളൂ. ആദ്യം ദം ബിരിയാണിക്കുള്ള ബസ്മതി റൈസ്, അതായത് അരി നമ്മൾ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇരിക്കുന്നത്. അപ്പൊ ബസ്മതി അരി 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഊറ്റി ഒരു അരിപ്പക്കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഈ അരി ഇതിലേക്ക് ഇടുകയാണ്. കണ്ടോളൂ. അപ്പൊ 2 കയ്യില് വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് മസാലയില് ഒഴിച്ചിട്ടോ. റെഡിയാ? ഹൈദരാബാദ് ദം ബിരിയാണിന്റെ റൈസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഊറ്റിയിടാൻ പോകട്ടോ. ഈ മസാലയിലേക്ക് നമ്മൾ കാണിച്ച മസാല ഉണ്ടല്ലോ, അയ്യവാ നോക്കിക്കോളിട്ടോ. നല്ലോണം ഒന്ന് കണ്ണ് വെട്ടാതെ ശ്രദ്ധിക്കുക എല്ലാരും കേട്ടാ. ആരാണ് കിച്ചണിൽ നിൽക്കുന്നത് പണിയെടുക്കുന്നവർക്കൊക്കെ ശ്രദ്ധിച്ചോളി. അവര് പരത്തി വയ്ക്കണം കേട്ടാ. പിന്നെ നമ്മൾ ദമ്മിടുമ്പോഴേ ഇതേപോലത്തെ ചെറിയ ഉരുളി, ചെറിയ വട്ടപാത്രം അതിൽ വേണം നമുക്ക് ഹൈദരാബാദി ബിരിയാണി ദമ്മിടാൻ കേട്ടോ. കുണ്ടുള്ളതിൽ ഒരിക്കലും ദമ്മിടരുത്. അതുപോലെ തന്നെ കുറച്ച് ആർക്കേജ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 50 മില്ലിഗ്രാം ആർക്കേജ് പൊരിച്ചു വെച്ചതാണ്. അത് ആദ്യം ബാക്കിയാക്കിയതാണ് കുറച്ച് പൊരിച്ചത്. അത് മേലേക്ക് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. അതിന്റെ മേലെ അത് കുറച്ച് വേണമെങ്കിൽ 4 മുന്തിരൊക്കെ ഇട്ടോളുണ്ട് കേട്ടോ. മുന്തിരി ഇട്ടില്ലെങ്കിലും ബിരിയാണി ആവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം, എല്ലാം ഇടാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചതാണ് ഈ ഇടാൻ പോണത്. അപ്പൊ കുറച്ച് യെല്ലോ കളർ കേട്ടോ, യെല്ലോ കളർ. അത് ഈ ചോറിന് കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലാണ്. അതിനാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. നോക്കാണെ ചോറിന്റെ ഒരു ഭംഗി നോക്കാണെ കാണുമ്പോ തന്നെ. ഇത് പിന്നെ ദമ്മാവണം കിട്ടുന്നത്. ദം ബിരിയാണിന്റെ മേലെ 2 മുട്ട കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി 4, 5, 6, 8, 10 മുട്ട കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ 2 കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് 4, 6 മുട്ട ഒക്കെ കൊടുക്കാം. ഇത് നമ്മള് അപ്പൊ ദം ബിരിയാണി നമ്മൾ ദമ്മിടാൻ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അടിയില്, സ്റ്റൗവിന്റെ അടിയിൽ ഒരു തകരം വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കനമുള്ള ഒരു ഇരുമ്പ് കഷ്ണം വെച്ചു കൊടുക്കണം. അതെന്തിനാ അറിയോ? അടി പിടിക്കാതിരിക്കാൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ? ഇത് നേരെ എടുത്തിട്ട് ഇതിന്റെ മേളിൽ ഇങ്ങനെ വെക്കാണ്. ഇതിന്റെ മേലെ വെച്ച് ഇതിന്റെ അടിയിൽ കത്തിച്ചിട്ടുണ്ട്, നല്ല ചൂടായി, നല്ല പതച്ചിട്ടുണ്ട് ഇത്. ഇനി നമ്മള് ഒരു മൂടി, അപ്പൊ മൂടിയിടാൻ പോകട്ടെ. അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മൂടിയിടാൻ പോവാണ്. എന്തെങ്കിലും കനുള്ള ഭാരം ഇതിന്റെ മേലെ വെക്കുക കേട്ടോ. അപ്പൊ ശരിക്കും ആവി പോവില്ല, ആവി പോവരുത്. ഉള്ളിൽ നിന്ന് ആവി പോകാൻ പാടില്ല. അതിനാണ് നമ്മൾ മൈദ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, സൈഡിൽ മൈദ ഒട്ടിച്ചിട്ടുണ്ട്. ആ മൈദന്റെ മേലെയാണ് മാവ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആവി ഒരു കാരണവശാലും പുറത്തേക്ക് പോകില്ല. എല്ലാ ആവി അതിലുണ്ടാവും. ചെറിയ അടുപ്പായതിന്റെ പേരിൽ ഒരു അരമണിക്കൂർ നമ്മൾ ദമ്മിക്ക് എടുക്കണം. അല്ല കുറച്ചും കൂടെ വലിയ അടുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഗതി ക്ലിയർ ആവും കേട്ടോ. ഹൈദരാബാദ് ദം ബിരിയാണി റെഡി ആയിട്ടാ. അപ്പൊ നമ്മളിത് മേലെ കലത്തിന് വെച്ച പാത്രം എടുക്കേണ്ടത്. പിന്നെ മൈദ കൊണ്ട് ഒട്ടിച്ച മൂടിയാണിത്. അത് നമ്മൾ തുറക്കാൻ പോവാണ്. അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ആവിയൊക്കെ 4 ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ആഹാ, സൂപ്പർ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും. ഒരു അരമണിക്കൂർ ദമ്മുക്ക് എടുക്കണം കേട്ടോ. പിന്നെ മൂടി തുറക്കാൻ പോകണം. ഇത് നമുക്ക് മൈദയിട്ട് ഒട്ടിച്ച നല്ല ദമ്മ് പുറത്ത് പോവാതെ ആണ് നമ്മൾ ഈ പരിപാടി. അപ്പൊ എല്ലാരും ഒന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം നിർബന്ധമായിട്ട്. നോക്കോട്ടാ ദമ്മൂട്ടി കണ്ണ് വെട്ടാതെ നോക്കിയിരുന്ന ഹൈദരാബാദ് ദം ബിരിയാണി ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിക്കണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ്. നമ്മളിത് എത്തി നിൽക്കുമ്പോ തന്നെ സ്മെല്ല് ഇങ്ങോട്ട് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് തന്നെ വരുന്നുണ്ട്. അത്രയും സ്മെല്ലാണ്. അതെ, നല്ല ഉഷാറായിട്ടുണ്ട്. വേവൊക്കെ നല്ല, കോഴിയൊക്കെ നല്ല വെന്തിട്ട്, അരിയൊക്കെ നല്ല വെന്തിട്ട് അടിപൊളി, നല്ല അടിപൊളി. എല്ലാവരും നിങ്ങളെ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം നിങ്ങള്. പത്തർക്ക നല്ല സൂപ്പർ ബിരിയാണിയാണ് ഇത് കേട്ടോ.
ബിരിയാണി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോകട്ടാ. നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ അവര് പറഞ്ഞുതരും. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്. യൂസ്ഫാക്ക ആ കൈപുണ്യം തെളിയിക്കാൻ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഫിറോസ് പറയുന്നേ അതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി. ഇതിന്റെ ഹൈദരാബാദി ദം ബിരിയാണി അത് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ യൂസ്ഫാഖാന്റെ കൂടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കിട്ടുന്നത്. എന്താ ഒരുപാട് സന്തോഷമാണ് കിട്ടുന്നത്. അപ്പൊ നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത് കഴിക്കാൻ പോട്ടാം. ഓക്കെ, മുത്തുമണികളെ പ്ലേറ്റ് എടുക്ക്. ആദ്യം തന്നെ ഫിറോസിന് നല്ലൊരു ലെഗ് പീസ്, ചെസ്റ്റ് പീസ് എന്തായാലും കുഴപ്പമില്ല. അതെന്തായാലും കുഴപ്പമില്ല, ഇട്ട് തരല്ലേ. ഒരു മുട്ടയും കൂടി ഇരിക്കട്ടെ. ഇനി അതിൽക്ക് അച്ചാറും റൈത്ത സലാഡ് അതൊക്കെ ആണ് കൂട്ടി ഒരു പിടുത്തം പിടിക്കും. എല്ലാതും ഉണ്ടായിക്കോട്ടെ അല്ലേ. നമുക്ക് കഴിച്ചു നോക്കല്ലേ. അടിപൊളി. അപ്പൊ സംഭവം നല്ല ചൂടുണ്ട് കേട്ടാ. സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ, ചൂടുണ്ട്. ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് കണ്ടേ, റൈസൊക്കെ എടുത്ത് കണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാനൊരു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. റൈത്ത സലാഡ് ഇങ്ങനെ കൂട്ടിയിട്ട് ഈ റൈസും ചിക്കനും ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ടാവും ഒരു കൈകൾ. അതെ, കഴിച്ചു നോക്കാം മതി. അടിപൊളി ടേസ്റ്റ് ആണോ, സൂപ്പർ തന്നെ, സൂപ്പർ. വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പെരുന്നാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരേക്കും വീഡിയോ എത്തിക്കട്ടാ മുത്തുമണികളെ. അപ്പൊ ഓക്കെ അല്ലേ.